നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 62. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 62. ഇന്ന് ഒന്നാം സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോക പറയേണ്ടത്. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസദാം. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയാം സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസദാം. ഇതിന് അർത്ഥം പറയണത്, നൈമിഷം എന്നു പേരായ വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകൻ ആദിയായ ഋഷികൾ ഹരിപ്രാപ്തിക്ക് ഭഗവാനെ പ്രാപ്തി ചെയ്യാൻ വേണ്ടി 1000 സംവത്സരം നടത്തേണ്ടതായ സത്രം എന്ന യാഗം അനുഷ്ഠിച്ചു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ എന്താ പറയുക വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ പറഞ്ഞത്? നൈമിഷം എന്നു പേരായ വിഷ്ണു ക്ഷേത്രമുള്ള പുണ്യസ്ഥാനത്തിൽ. എവിടൊക്കെ വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്? പുണ്യസ്ഥാനങ്ങളാണ്. അത് ചെറുത് വലുതെന്നില്ല. അപ്പോൾ അതാത് നാട്ടിലുള്ള പൗരമുഖ്യന്മാരെ ഏതെങ്കിലും ഒരു ക്ഷേത്രം നിത്യപൂജ ഇല്ലാതെ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അവർക്ക് പ്രശ്നങ്ങൾ വരും. കാരണം ക്ഷേത്രങ്ങളെ പുനരുദ്ധരിച്ചാൽ ക്ഷേമമുണ്ടാവും. അത് പുനരുദ്ധരിക്കാണ്ട് കാട് പിടിച്ച് കിടന്നാൽ നമ്മൾക്ക് അതിൻ്റെ 4 പുറത്തും താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ തദ്ദേശവാസികൾക്ക് ശാന്തി സമാധാനം ഉണ്ടാവില്ല. കാശുണ്ടാവും, അവരുടെ വീടുകളൊക്കെ അരമന സദൃശവും. പക്ഷേ ക്ഷേത്രങ്ങൾ നന്നാക്കിയാൽ മാത്രമേ ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ഭാരതം എന്ന് പറഞ്ഞ സനാതനധർമ്മത്തിൽ ശരിക്കും ഹിന്ദു എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് റീസെൻ്റായിട്ട് വന്നുള്ളതാണ്. അപ്പോൾ സനാതനധർമ്മിസ്റ്റുകൾ അങ്ങനെ പറയാം, സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ, ഭാരതവാസികൾ ആരായാലും. അപ്പോൾ ഇവിടെ മുനിമാർ ശ്രീഹരിയെ പ്രാപിക്കണമെന്നുള്ള സങ്കല്പത്തോടു കൂടെ 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതായ ഒരു സത്രം യാഗം ആരംഭിച്ചു. സ്വർഗത്തിൽ കീർത്തിക്കപ്പെടുന്നവൻ സ്വർഗായൻ ശ്രീഹരി. ലോകം എന്ന് പറഞ്ഞാൽ പ്രാപ്യസ്ഥാനം. നമ്മുടെ എല്ലാവരും ഉദ്ദേശശുദ്ധി എന്തായിരിക്കണം? ഭഗവാനെ പ്രാപിക്കണം. പ്രാപ്യസ്ഥാനം, ശ്രീഹരിയാകുന്ന പ്രാപ്യസ്ഥാനം കിട്ടുവാൻ വേണ്ടിയിട്ട് എന്നാണ് ശ്രീധരാചാര്യരുടെ അഭിപ്രായം. വൈകുണ്ഠലോകം കിട്ടുവാൻ എന്നും വ്യാഖ്യാനിക്കുന്നതിൽ വിരോധമില്ല. കലിബാധ കൂടാതെ ഭഗവാനെ സേവിപ്പാൻ യോഗ്യമായ സ്ഥലം ഏതെന്ന് ഉപദേശിപ്പാൻ ബ്രഹ്മാവിനോട് മുനിമാർ പ്രാർത്ഥിച്ചപ്പോൾ ഈ ചക്രം ഏത് സ്ഥലത്ത് എത്തുമ്പോൾ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നുവോ ആ സ്ഥലം പുണ്യമാണെന്ന് പറഞ്ഞ് മനസ്സാ സൃഷ്ടിച്ച സൂര്യശങ്കാശമായ ഒരു ചക്രം ബ്രഹ്മാവ് മുനിമാർക്ക് നൽകി. അതിനെ ഉരുട്ടിക്കൊണ്ട് പോയപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് പോയപ്പോൾ സമയം അത് പൊടിഞ്ഞു പോയി. ആ സ്ഥലത്തെ നൈമിഷം നേമിചക്രം ശീർണമായ സ്ഥലം എന്നൊക്കെ അർത്ഥം പറയണം എന്ന് പറഞ്ഞു വരുന്നു. ഈ കഥ വായുപുരാണത്തിൽ കാണും. അപ്പോൾ എന്താ സംഭവം ഉണ്ടായത്? കലികാലം തുടങ്ങിയപ്പോൾ ഋഷീശ്വരന്മാർ സത്യലോകത്ത് പോയി ബ്രഹ്മാവിനെ കണ്ടു പറഞ്ഞു, ഞങ്ങൾക്ക് എവിടെ പോയിരുന്നാലാണ് ശാന്തി സമാധാനം ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് തൻ്റെ
തപശക്തി കൊണ്ട് അദ്ദേഹം ഒരു ചക്രം കൊടുത്തു. ചക്രത്തിന് നെയ്മി എന്നാണ് പറയാം, ആരമുള്ളത് എന്നൊക്കെ അർത്ഥം പറയണം. അതുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഉരുട്ടിൻ, ഇത് പോയി എവിടെ വീണ് പൊടിഞ്ഞ് അതിൻ്റെ ചക്രം എന്നുള്ള സ്വഭാവം ഇല്ലാതെ കണ്ടായിത്തീരണു, അവിടെ കലിബാധ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതാണ് നൈമിഷാരണ്യം എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് കഴിഞ്ഞു, അവരവിടെ എത്തി. 5-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തയേകതാതുമുനയ പ്രാതർഹുദഹുദാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രശ്ചുരിതമാധരാത്. ഒക്കെ കൂട്ടക്ഷരങ്ങളുണ്ട്. ഞാൻ കഴിയുന്നിടത്തോളം എൻ്റെ ഇൻ്റലിജൻസിനനുസരിച്ച് പിരിച്ചു പറഞ്ഞിട്ടുണ്ട്. തയേകതാതുമുനയ പ്രാതർഹുദഹുദാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രശ്ചുരിതമാധരാത്. അതിന് അർത്ഥം പറയാം, രാവിലെ ഹോമിക്കപ്പെട്ട ഹോമാഗ്നികളോടുകൂടിയ ആ മഹർഷിമാർ ഒരിക്കൽ സുഖമായിരിക്കുന്നവനും സൽക്കരിക്കപ്പെട്ടവനുമായ എന്ന് പറഞ്ഞാൽ ഇവരാൽ സൽക്കരിക്കപ്പെട്ടവനുമായ സൂതനോട് ഇതിനെ ആദരത്തോടെ ചോദിച്ചു. ചോദിച്ചു, ഇതാണ് വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഒരു ജനറൽ ഇത് പറയുകയാണെങ്കിൽ, ഒരു നാൾ ആ മുനിമാർ പ്രാതകാലത്ത് സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച് നിത്യ അഗ്നിഹോത്രാദി കർമ്മങ്ങളും കഴിച്ച് സന്തോഷത്തോടുകൂടിയിരിക്കുന്ന സൂതൻ്റെ സമീപത്ത് ചെന്ന് സൽക്കരിച്ച ശേഷം ആദരത്തോടെ ചോദിച്ചു. അപ്പോൾ ഒരാളെ കൊണ്ട് കാര്യമുണ്ടെങ്കിൽ നമ്മൾ ആ ആളെ എന്ത് ചെയ്യണം? ആദരിക്കണം. ആദരിക്കാതെ കണ്ട് എനിക്ക് എന്നത് വേണം കേട്ടോ എന്ന് പറയരുത്. അച്ഛനോടാണെങ്കിലും അമ്മോടാണെങ്കിലും അളിയനോടാണെങ്കിലും സഹോദരനോടാണെങ്കിലും ശരി, ബോസിനോടാണെങ്കിലും ശരി, നമ്മൾക്ക് ആ വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും കർമ്മം നടക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആദരിക്കാണ്ട് പറ്റില്ല. ആദരിക്കാതെ കണ്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് അനർത്ഥം ഫലമാണെന്ന് പറയും. അപ്പോൾ അതത്രേ ഉള്ളൂ. ഋഷയ ഊജു എല്ലാവരും കൂടി സൂതനോട് എന്താ പറഞ്ഞത് എന്നാണ് പറയണത്. അതാണ് ശ്ലോകം 6. ത്വയാ ഖലു പുരാണാനി സ ഇതിഹാസാനി ച അനഘ. അനഘ എന്ന് കൊണ്ട് സാധനമില്ല, ച അനഘ. അതേമാതിരി സേതിഹാസാനി സ ഇതിഹാസാനി, അത് കൂട്ടക്ഷരാവകാരണം. ആഖ്യാതാ നൃപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാം ത്വയാ ഖലു പുരാണാനി സ ഇതിഹാസാനി ച അനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യതാം. എന്താ പറഞ്ഞത്? ഹേ അഘരഹിത. അനഘ എന്ന് പറഞ്ഞ അഘ ന, അഘ അല്ല. അപ്പോൾ അഘരഹിത, അകം പാപമില്ലാത്തവനെ എന്നാണ് അർത്ഥം. അപ്പോൾ അനഘ എന്നുള്ളതിൽ 3 അക്ഷരം ഉണ്ടല്ലോ. അപ്പോൾ ആ നടുവിലത്തെ അക്ഷരം മാത്രം എന്തായി? അഘ, പാപം എന്നായി. അനഘ എന്ന് പറഞ്ഞാൽ അഘ എന്ന് പറഞ്ഞാലോ പാപമില്ലാത്തത്. വളരെ സിമ്പിളാണിത്. ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ആകാശം മുട്ടുമാറ് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഹേ അഘരഹിത, നിന്നാൽ ഇതിഹാസങ്ങളോടുകൂടിയ പുരാണങ്ങളും യാതൊരു ധർമ്മശാസ്ത്രങ്ങളും പഠിക്കപ്പെട്ടു എന്ന് തന്നെയല്ല പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നീയെ വ്യാസശിഷ്യനായ ശുഖബ്രഹ്മർഷിയുടെ കൂടെ വ്യാസരാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും തനിക്കറിയാം. അതുകൊണ്ട് എന്തു വേണം എന്നാണ് ചോദിക്കുന്നത് ചോദ്യം. ഋഷിമാർ പറഞ്ഞു, ആവശ്യമുള്ള സംഗതിയെ ചോദിപ്പാൻ ഭാവിക്കുന്ന ഋഷികൾ സൂതന് ധർമ്മശാസ്ത്രാദികളെല്ലാം നന്നായി അറിവുണ്ടെന്ന് ഇതുമുതൽ 3 പദ്യം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഒന്നും അറിയാത്ത ഒരാളോട് പോയിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഈ ചോദിക്കുന്ന ആൾക്ക് അറിവുണ്ട് എന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി 3 ശ്ലോകങ്ങളാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ പറഞ്ഞു 3 പദ്യം കൊണ്ട് സൂചിപ്പിക്കുന്നു പരിശുദ്ധമായ അന്തരംഗമുള്ള ഹേ സൂത. അപ്പോൾ ഈ ഡിഗ്രി എവിടെയെങ്കിലും എഴുതി വെച്ച് തൂക്കിയിട്ടുണ്ട് കാര്യമില്ല. അത് പ്രോപ്പർ യൂണിവേഴ്സിറ്റി ആണോ, സെമസ്റ്റർ പ്രകാരം പഠിച്ച് പാസ്സായാണോ ഒക്കെ അറിയണ്ടേ. അത് പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്, പരിശുദ്ധമായ അന്തരംഗമുള്ളവൻ, മനസാക്ഷിയുള്ളവനായിരിക്കണം. പഠിച്ചാൽ പോരാ. അതായത് എനിക്ക് എൻ്റെ ഗുരുനാഥനാൽ തന്ന എന്താണ് പറയുക, തന്നിട്ടുള്ള അറിവ് ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കരുത്. മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടിയിട്ട് വേണം. അതിനെന്ത് വേണം, എൻ്റെ അന്തരംഗം ശുദ്ധമായിരിക്കണം. അന്തരംഗം ശുദ്ധമല്ലാത്തവനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പരിശുദ്ധമായ അന്തരംഗം എന്നുള്ളത് വളരെയധികം വില അറിയിക്കണം. ഹേ സൂത, ഭാരതാദികളായ ഇതിഹാസങ്ങളും, ഭാരതം, രാമായണം, ഭാരതം, പുരാണങ്ങളൊക്കെ, ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും, ധർമ്മമേത് അധർമ്മമേത് എല്ലാം നീ നന്നായി അറിഞ്ഞിരിക്കുന്നു എന്നു മാത്രമല്ല അന്യരെ ധരിപ്പിക്കുവാനായി, അതാണ് ഏറ്റവും വലിയ ഇത്, അന്യരെ ധരിപ്പിക്കുവാനായി അവയുടെ അർത്ഥം ഏവർക്കും അറിയത്തക്ക വിധം വ്യാഖ്യാനിക്കുക കൂടി ചെയ്തിട്ടുണ്ടല്ലോ. ഒന്ന് പുകഴ്ത്തിപ്പറയല്ല, സത്യാവസ്ഥയാണ്. അപ്പോൾ സൂതരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിച്ചു എന്ന് മാത്രമല്ല, പഠിക്കൽ എല്ലാവർക്കും പറ്റും ഒരു പരിധി വരെ. പക്ഷേ പഠിച്ചതിനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഈശ്വരാധീനം വേണം. അതിൽ അഹങ്കരിക്കാനും പാടില്ല. എനിക്കൊക്കെ അറിയും എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കരുത്. കാശ് തന്നാലേ ഞാൻ വരുള്ളൂ, അല്ലെങ്കിൽ പേര് കേട്ട ക്ഷേത്രമാവണം, കമ്മിറ്റിക്കാർ സമ്പത്ത് തരുമോ, ദക്ഷിണ തരുമോ, നടവരവ് ഉണ്ടാവുമോ, ഞാൻ നിങ്ങൾക്കൊരു 3-4 ഐറ്റം പറഞ്ഞു തരാം. ഐശ്വര്യപൂജ ഒന്നേ ഉള്ളൂ. പക്ഷേ അതിന് തന്നെ പലതരത്തിൽ വിളക്ക് പൂജയായിട്ടും പല അതായത് സമ്പദ് സമൃദ്ധി ഉണ്ടാവാൻ, പിന്നെ കുട്ടികൾക്ക് വിദ്യ ഉണ്ടാവാൻ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ, അതായത് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ധനാഗമനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് അശുദ്ധ ഭക്തിയാണെന്ന് ഭാഗവതം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു അങ്ങ് വ്യാഖ്യാനിക്കുക കൂടി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 7-ാമത്തെ. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണാം അന്യേ ച മുനിയ സൂത പരാവരവിദോ വിദു. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണാം അന്യേ ച മുനയ സൂത പരാവരവിധോ വിധു എന്നർത്ഥം. അല്ലയോ സൂത, അറിവുള്ളവരിൽ വെച്ച ഉത്കൃഷ്ടനായ മഹിമയേറിയ വ്യാസർ യാതൊന്നുകളെ അറിഞ്ഞുവോ, പരത്തെയും അപരത്തെയും അറിയുന്ന മറ്റു മുനികളും യാതൊന്നുകളെ അറിഞ്ഞിരിക്കുന്നുവോ. അതാണ് വേദവിദാം എന്ന ഒറ്റപദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദവിദാം ശ്രേഷ്ഠപാദാരായണ അന്യേ പരാവരവിധ മുനയച യാനി വിദു എന്ന് അന്വയിക്കണം. അപ്പോൾ വിദ്വാൻമാരുടെ സംഘത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യാസമുനിയും സഗുണ നിർഗുണ സ്വരൂപത്തെ വേണ്ടതുപോലെ അറിവുള്ള മറ്റു മുനിമാരും ഏതെല്ലാം അറിഞ്ഞിരിക്കുന്നുവോ. അവിടെ അത്രയേ ഉള്ളൂ. ഇനി 8-9 അർത്ഥം പറഞ്ഞാലാണ് അത് പരിപൂർണമുള്ളൂ. അപ്പോൾ ഇവിടെ വിദ്വാൻമാരുടെ സംഘത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യാസമുനിയുണ്ട്. സഗുണ നിർഗുണ ബ്രഹ്മസ്വരൂപം, സഗുണവും നിർഗുണവും ഉണ്ട് ബ്രഹ്മം. അത് രണ്ടും വേണ്ടതുപോലെ അറിവുള്ള മറ്റു മുനിമാരും ഏതെല്ലാം അറിഞ്ഞിരിക്കുന്നുവോ. അടുത്ത ശ്ലോകം. വേത്തത്വം സൗമ്യതൽ സർവം തത്വതൽസ്തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരുവോ ഗുഹ്യമപ്യുതാ. വേത്തത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരുവോ ഗുഹ്യമപ്യുതാ. ഇവിടെ ഹേ ശാന്തസ്വഭാവ. സൗമ്യ എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തസ്വഭാവ. ശാന്തസ്വഭാവമുള്ളവന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ചൂടുള്ളവർക്ക്
ചൂടനായിട്ടുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ശാന്ത സ്വഭാവ അതൊക്കെയും അവരുടെ അനുഗ്രഹം ഹേതുവായിട്ട് തെറ്റുകൂടാതെ നീ അറിയുന്നു. ഗുരുക്കൾ വാത്സല്യമുള്ള ശിഷ്യന് രഹസ്യകാരവും പറയും നിശ്ചയം. അപ്പോൾ ഒന്നുകൂടി ഒരു പിക്ചർ വന്നു. അതിനെ തന്നെ കുറച്ച് പോളിഷ് ചെയ്ത് പറയുമ്പോൾ എങ്ങനെയാണ്? ഹേ സാധുശീല, വിനയാന്വിത എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സാധുശീല, സാധുത്വമുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാത്വിക ഗുണനിധിയായിട്ടിരിക്കുന്നവന്നൊക്കെ അർത്ഥം പറയണം. അപ്പോൾ ഹേ സാധുശീല, ആവകയൊക്കെയും ആചാര്യന്മാരുടെ അനുഗ്രഹം നിന്നിലുണ്ടായതുകൊണ്ട് അവരുടെ ഉപദേശപ്രകാരം നീയും അറിഞ്ഞിരിക്കുമല്ലോ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ. സ്നേഹമുള്ള ശിഷ്യനോട് ആചാര്യന്മാർ സാധാരണ ജനങ്ങളോട് പറയാൻ പാടില്ലാത്തതായ ഗൗരവമേറിയ രഹസ്യകാര്യം കൂടെ തീർച്ചയായും പറയും. അതുകൊണ്ട് അങ്ങയ്ക്ക് ഞങ്ങളെ നേരായ വഴിക്ക് ഉയർത്താൻ സാധിക്കണം. അടുത്ത ശ്ലോകം 9. തത്ര തത്രാന്യസ ആയുഷ്മൻ ഭവതാ യത് വിനിശ്ചിതം പുംസാമേകാന്തശ്രേയസ്തന്ന സംസിതുമർഹസി. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യത് വിനിശ്ചിതം പുംസമേകാന്തശ്രേയസ്തന്ന സംസിതുമർഹസി. 9ാമത്തെ ശ്ലോകം പറയണു. ദീർഘായുസ്സുള്ള സൂത, ദീർഘായുസ്സുള്ള ഈ ആയുഷ്മൻ ഭവ എന്ന് പറഞ്ഞ അർത്ഥം ദീർഘായുസ്സുള്ളവനായി തീരട്ടെ. അതിൽ തത്ര പുമാന്മാർക്ക് പുരുഷന്മാർക്ക് നാശമില്ലാത്തതായ, ഏകാന്തത എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതായ ശ്രേയസ്സിനുള്ള സാധനം ഭവാനാൽ നിശ്ചയിക്കപ്പെട്ടത് യാതൊന്നോ അത് ഞങ്ങളോട് പരമാർത്ഥമായിട്ട് പറവാനായി അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് അർഹമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് പറയുമ്പോൾ വക്താവായ സൂതന്, പറയുന്ന ആൾ വക്താവായ സൂതൻ ആചാര്യൻ തന്നെയാണ് അദ്ദേഹം കേട്ടോ. വക്താവായ സൂതന് ദീർഘായുസ്സിനെ അനുഗ്രഹദ്വാര നൽകിയിരിക്കുന്നുവെന്നാണ് ആയുഷ്മൻ എന്ന സംബോധനയുടെ അഭിപ്രായം. ഇനി 10ാമത്തെ ശ്ലോകം, അതിൽ 3 വരിയാണ്, 2 വരിയല്ല. പ്രായേണ അല്പായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജന മന്ദാസു മന്ദമദയോ മന്ദഭാഗ്യാഹ്യുഭദ്രുതാഃ ഭൂരീണി ഭൂതികർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. പ്രായേണ അല്പായുഷസഭ്യ കലാവസ്മിൻ യുഗേ മന്ദാസു മന്ദമദയോ മന്ദഭാഗ്യാഹ്യുഭദ്രുതാം ഭൂരിണി ഭൂരികർമാണി ശ്രോതവ്യാനി വിഭാഗശാം. വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് പറഞ്ഞു. സഭയിൽ യോഗ്യനായുള്ളവേ, ആരെ? സൂതൻ. ഈ കലിയുഗത്തിൽ ജനങ്ങൾ മിക്കതും, പ്രായേണ എന്ന് പറഞ്ഞാൽ മിക്കതും, അല്പമായ ആയുസ്സുള്ളവർ, ഉത്സാഹമില്ലാത്തവർ, ഏറ്റവും കുറഞ്ഞ ബുദ്ധിയുള്ളവർ, ഭാഗ്യം കുറഞ്ഞവർ, ഉപദ്രവം അനുഭവിക്കുന്നവർ ആകുന്നു. നിശ്ചയം, ഉറപ്പാണ്. ബഹുക്കളായ കർമ്മങ്ങളോടുകൂടിയവയും, അല്ലേ, പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ അന്നത്തെ ആൾക്കാർ. ഫലാണെങ്കിലോ നാസ്തി, ഇല്ലേ. ഇനി വെവ്വേറെ ശ്രോതവ്യാനി, കേൾപ്പാൻ യോഗ്യങ്ങളായ ശാസ്ത്രങ്ങൾ അസംഖ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിർത്തി. അപ്പോൾ അതിനൊരു പോളിഷ്ഡ് വേ പറയുകയാണെങ്കിൽ, ഹേ സഭ്യനായുള്ളവേ, ഈ കലിയുഗത്തിൽ പ്രായേണ ജനങ്ങൾ അല്പായുസ്സുകളും. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവന് ദുഃഖിക്കാൻ പാടുമോ? ഉത്സാഹം കുറഞ്ഞവരും, മകനാവാം, മകളാവാം, പേരക്കുട്ടികളാവാം,
നന്നേ ബുദ്ധിയില്ലാത്തവരും ഭാഗ്യമില്ലാത്തവരും രോഗാതിഉപദ്രവം അനുഭവിക്കുന്നവരുമായിട്ടല്ലേ കാണപ്പെടുന്നത്? യെസ്, ഷുവർ. അനേകം കർമ്മങ്ങളെ അനുഷ്ഠാനയോഗ്യങ്ങളായി പറയുന്നവരും അല്ലേ, അനേകം കാര്യങ്ങളെ അനുഷ്ഠാന പ്രയോഗമായിട്ട് പറയുന്നവരും പ്രത്യേകം കേൾക്കേണ്ടവയുമായ ശാസ്ത്രങ്ങളോ എണ്ണിയാ തീരാത്ത അത്ര ഉണ്ട്, അനന്തങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ശ്ലോകം 11. അതസാധോ അത്ര യത്സാരം സമുദ്യതമനീഷയാം ബ്രൂഹിന ശ്രദ്ധദാനാനാം യേനാത്മാ സംപ്രസീദതി. അത സാധോ അത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹിന ശ്രദ്ധദാനാനാം യേനാത്മാ സംപ്രസീദതി. എന്താണ് അർത്ഥം? ആയതുകൊണ്ട് ഈ കഴിഞ്ഞ മുകളിലത്തെ 3 ശ്ലോകങ്ങളുണ്ടല്ലോ, 3-4 ശ്ലോകങ്ങൾ. ആയതുകൊണ്ട് യോഗ്യനായുള്ളോവേ, കപ്പാസിറ്റി ഉള്ള ആളാണ് ആൾ, വിദ്യയുണ്ട്, ഇതിൽ സാരമായത് യാതൊന്നോ അതിനെ ബുദ്ധി കൊണ്ട് സമുദ്ധരിച്ചിട്ട് ശ്രദ്ധദാനാനാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളോട് പറഞ്ഞാലും യാതൊന്നുകൊണ്ടും ബുദ്ധി വേണ്ട വിധം പ്രസാദിക്കും. എന്ത് കേട്ടാലാണ് ബുദ്ധി പ്രസാദിക്കുക? അതങ്ങ് പറഞ്ഞു തരണം. അപ്പോൾ അദ്ദേഹം പറയണു, ഞങ്ങൾ ബഹുശാസ്ത്രങ്ങളെ ശ്രവിപ്പാനോ ധരിപ്പാനോ നോക്കി അറിയുവാനോ ആയുസ്സും ഉത്സാഹവും ഭുക്തിശക്തിയും ഇല്ലാത്തവരായതുകൊണ്ട് 1000 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സത്രങ്ങളൊന്നും നമുക്ക് പറ്റില്ല. 7 ദിവസം കൊണ്ടാകുമ്പോൾ തന്നെ നമ്മളൊക്കെ ക്ഷീണിക്കും. അവസാനം പന്തൽ പൊളിക്കാൻ ആളുണ്ടാവില്ല, കൂലിക്ക് ചേർക്കേണ്ടി വരും. അപ്പോൾ ഇല്ലാത്തവരായതുകൊണ്ട് പരാനുഗ്രഹത്തിൽ താല്പര്യമുള്ള ഹേ സാധോ. എന്താ അതിനർത്ഥം പറയാം? പരാനുഗ്രഹം, ദേവന്മാർ ഋഷികൾ അവരൊക്കെ അനുഗ്രഹം, താല്പര്യമുള്ള ഹേ സാധോ, ആ വക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സാരത്തെ അങ്ങയുടെ ഭുക്തിശക്തി കൊണ്ട് സമുദ്ധരിച്ച് കേൾപ്പാൻ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഞങ്ങളോട് ഭവാൻ പറയണം. ആ സാരം കേൾക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മനസ്സ് പരമശാന്തിയെ പ്രാപിക്കും. ഉറപ്പാണ്. വിദ്വാൻമാർ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി 12ഉം 13ഉം ഒപ്പാണ് പറയണത്. അതെങ്ങനെ നോക്കൂ. ഹേ അത് പിന്നെ ആദ്യം ശ്ലോകം വായിക്കാം. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. 1ാമത്തെ ശ്ലോകം, അതായത് 12ാമത്തെ ശ്ലോകം. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യ അംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. എന്താ ശ്ലോകം? സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വാസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാം തന്ന ശുശ്രൂഷമാണാനാം ഹസ്യംഗാനുവർണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ആ 13ാമത്തെ ശ്ലോകം ഒന്നുകൂടി പറയാം. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യ അംഗാനുവർണിതം യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. എന്താണ് അർത്ഥം പറയുക? ഹേ സൂത, നീ അറിയുന്നു നിനക്ക് മംഗളം ഭക്തന്മാരുടെ പാലകനായ ശ്രീനാരായണൻ യാതൊന്നിൻ്റെ നിർവഹണേച്ഛ കൊണ്ട് വസുദേവൻ്റെ പത്നിയായ ദേവകിയിൽ അവതരിച്ചു. അതിനെ കേൾപ്പാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് ഹേ പൂജ്യ, ക്രമത്തിൽ വർണ്ണിപ്പാനായിക്കൊണ്ട്
നീ അർഹിക്കുന്നു, അതായത് നീ ചെയ്യണം. യാതൊരുത്തൻ്റെ അവതാരം പ്രാണികളുടെ പാലനത്തിനായി കൊണ്ടും അഭിവൃദ്ധിക്കായി കൊണ്ടും ആകുന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെ രസവർദ്ധിതങ്ങളായ അമൃതസമാനമായ ഗീരുക്കൾ, വാക്കുകൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഏതിലെ? ഭാഗവതത്തിൽ. ധർമ്മശാസ്ത്രമാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്, പറയണം എന്നായി. അപ്പോൾ അതിന് ആഖ്യാനം പറയുമ്പോൾ ഒന്നുകൂടെ ചോദിക്കുന്നു, ഹേ സൂത, നീ എല്ലാം ആണല്ലോ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഭജിക്കുന്നവരെ പരിപാലിക്കുന്ന ഭഗവാൻ ശ്രീഹരി. ആ വാചകം വളരെ ഗൗരവപ്പെട്ടതാണ്. ഭഗവാൻ അതായത് ഭജിക്കുന്നവരെ ഭഗവാൻ പരിപാലിക്കും. അവരുടെ ശ്രേയസ് ഭഗവാൻ ഉള്ളിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവരുത്. ഈഗോ ക്ലാഷ് ഇല്ലാതെ കണ്ട് സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആര് ശ്രമിക്കണു, അവന് പദവികൾ ഭഗവാൻ കൊടുക്കും. അപ്പോൾ ഭജിക്കുന്നവരെ പരിപാലിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ എന്തു കാര്യം ചെയ്യുവാനാണ് വസുദേവൻ്റെ പുത്രനായിട്ട് ദേവകിയിൽ അവതരിച്ചത്? സജ്ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് എന്നുള്ള അർത്ഥം വിടരുത്. അത് കേൾപ്പാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് ആ അവതാരത്തെയും ലീലകളെയും ക്രമത്തിൽ പറയണം, വള്ളിപുള്ളി വിടാതെ കണ്ട്. ഭഗവാന്റെ അവതാരം സകല പ്രാണികളുടെ രക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അർത്ഥം ക്ലിയറായി. പിന്നെ 14ാമത്തെ ശ്ലോകം എന്താണത്? ആപന്ന സംസൃതിം ഘോരാം യന്നാമവിവശോ ഗൃണൻ തതത്സദ്യോ വിമുച്യേത യൽ ബിഭേതി സ്വയം ഭയം. ആപന്ന സംസൃതിം ഘോരാം യന്നാമവിവശോ ഗൃണൻ തതസദ്യോ വിമുച്യേത യൽ ബിഭേതി സ്വയം ഭയം. എന്താ? ഭയങ്കരമായ സംസാരത്തെ പ്രാപിച്ചവൻ പരവശനായിട്ടും യാതൊരുത്തൻ്റെ നാമത്തെ ഉച്ചരിക്കുന്നവനായിട്ട് തൽക്ഷണം അതിൽ നിന്ന് മോചിക്കപ്പെടും. ഭീതിയാതെന്നോ താനെ തന്നെ ഭയപ്പെടുന്നു. ഇത് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഈശ്വരോപാസന ചെയ്യാത്ത ആൾക്കാരുടെ ഒരു ലക്ഷണം പറഞ്ഞതാണ്. ഭാഗവതം ശ്രവിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതിനർത്ഥം പറയണം, ഭഗവാന്റെ പ്രഭാവം അതിശയം തന്നെ, സംശയമില്ല. ഭയസ്ഥാനമായ സംസാരത്തെ ഏറ്റവും ഭയക്കേണ്ടത് നമ്മൾ എന്തിനാണ്? സംസാരത്തെ, ജീവിതത്തിനെ. അതിനെന്ത് ചെയ്യണം? സംസാരത്തെ പ്രാപിച്ചവൻ സങ്കടം നിമിത്തം അവശനായിട്ടായാലും യാതൊരു നാമത്തെ ഉച്ചരിച്ച ക്ഷണത്തിൽ സംസാര ദുഃഖത്തിൽ നിന്ന് തീരെ മുക്തനാകുന്നു. ഈ ഭാഗവത ശാസ്ത്രം ശരിക്കും നമ്മൾ അനുസന്ധാനം ചെയ്താൽ നമ്മൾ മുക്തനാകും. ഏതൊരുവൻ്റെ നാമത്തിൽ നിന്ന് സാക്ഷാൽ ഭയസ്വരൂപനായ യമൻ കൂടെ ഭയപ്പെടുന്നു. ഭഗവാനെ യമന് ഭയ. കാരണം എന്താ? ഏതൊരുവൻ്റെ നാമത്തിൽ നിന്ന് സാക്ഷാൽ ഭയസ്വരൂപനായ യമൻ കൂടെ ഭയപ്പെടുന്നു. ആ ഭഗവാന്റെ മഹിമയ്ക്ക് ആശ്ചര്യമില്ല. അവിടെ നിർത്താം. കുറച്ച് സ്ലീപ്പി ആണെന്ന്. അത് മാത്രമല്ല, ഇന്ന് കുറച്ച് ടെലിഫോൺ പുതുതാണെങ്കിലും ഈ സേവ് ചെയ്യണത് അപ്പോൾ പോയിട്ടില്ലെങ്കിൽ ചില പണിമുടക്കുകളൊക്കെ വരും. അതിന് കുറച്ച് സമയം വൈകി. ഒരു 20-25 മിനിറ്റ് എനിക്ക് നഷ്ടം വന്നു. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.